ഈ പാകിസ്ഥാന് എന്തിൻ്റെ അസുഖമാണ്? ഈ വാർമോങ്കറിങ് എന്നൊരു പദപ്രയോഗം പിന്നെ ഇംഗ്ലീഷിലുണ്ട്. അതായത് യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുക, യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി അതിനുവേണ്ടി കോപ്പ് കൂട്ടുക. അത് ഇപ്പം ഇറാനിലുള്ളവർ വിടുവാ പറയുന്നു, പ്രസിഡന്റ് ട്രംപിനെ വെല്ലുവിളിക്കുന്നു, അല്ലെ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം പരാജയപ്പെടുമ്പോഴും അല്ലെങ്കിൽ തോൽവി നേരിടുമ്പോഴും നമ്മൾ വെല്ലുവിളിക്കും, ഞാൻ കാണിച്ചു തരാവുള്ള അതിനെ ഞാൻ അടുത്ത തവണ, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ ഒരവസ്ഥ ഇറാനുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവർ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർക്ക് കുറച്ച് ശക്തി കൂടിയിട്ടുണ്ട്. അതായത് പ്രസിഡന്റ് ട്രംപും അമേരിക്കയായിട്ടൊക്കെ വലിയ ബന്ധങ്ങൾ അവർ സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഓപ്പറേഷൻ സിന്ദൂർ വാസ്തവം പറഞ്ഞാൽ അവിടെ ഇന്ത്യക്ക് അടി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് ഫലത്തിലതൊരു ദോഷം സംഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പിന്നെ ഇറാൻ്റെ ആണവ നിലയങ്ങൾ അമേരിക്ക അടിച്ചു തകർത്തു, ഇസ്രായേൽ അടിച്ചു തകർത്തു. ഇനി വേറൊരു ആണവ നിലയം കൂടിയുണ്ട് പിന്നെ പാകിസ്ഥാൻ്റേത്. അതുകൂടി അടിച്ചു തകർത്താൽ ലോകം കുറച്ചുകൂടെ രക്ഷപ്പെടുകയുള്ളൂ. അതും പിന്നെ നമ്മുടെ കൊറിയയുടെയും ഇതൊക്കെ കൂടി അടിച്ചു തകർത്താൽ ലോകം രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇറാൻ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നത് കേട്ടപ്പോഴത്തേക്ക് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി പറഞ്ഞത് നമ്മുടെയൊക്കെ ഏത് രീതിയിലാണ് ചിന്തിച്ചിരുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞത് നമുക്കാണെങ്കിൽ പിന്നെ അവർക്കും ആയിക്കൂടെ എന്നുള്ള ആ വലിയ മനസ്സോടുകൂടിയാണ് നമ്മൾ അതിനെ സമീപിച്ചത്. പക്ഷേ അങ്ങനെയല്ല, അന്ന് തന്നെ നമ്മളത് അടിച്ചു തീർക്കേണ്ടതായിരുന്നു. അത് നമുക്ക് കഴിഞ്ഞില്ല. അന്ന് നമ്മൾ ആ തീവ്ര ജനാധിപത്യത്തിലൊക്കെ വിശ്വസിച്ചിരുന്നു, തുല്യതയിലൊക്കെ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇപ്പോൾ അവർ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ഈ കുറഞ്ഞ പക്ഷം വാക്കുകളുണ്ടെങ്കിലും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ അമേരിക്ക എങ്ങാനും പാകിസ്ഥാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചാൽ പിന്നെ ഇന്ത്യയുടെ ബോംബെയും ഡൽഹിയും ഒക്കെ ആക്രമിക്കുമെന്നാണ് ഈ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണർ അയാൾ പറഞ്ഞത്. അയാളുടെ പേര് അബ്ദുൾ ബാസിദ്. വല്ല ആവശ്യമുള്ള കാര്യമാണോ? പറയേണ്ട കാര്യമാണ്? പറയാവുന്ന ഒരു കാര്യമാണോ? ബോംബെയും പിന്നെ ഡൽഹിയൊക്കെ ഞങ്ങൾ തകർത്ത് കളയും, അങ്ങനെ ആക്രമിക്കും, ലക്ഷ്യം വെക്കുമെന്ന്. അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പം ഇന്ത്യ വല്ല മിസ്അഡ്വഞ്ചറും, അതായത് ഓപ്പറേഷൻ സിന്ദൂർ അതുപോലെ പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ടൊക്കെ കോപ്പ് കൂട്ടുന്നു. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടായാൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ് അവരുടെ മുന്നറിയിപ്പ്. ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, ഖ്വാജ ആസിഫ്, എന്തെങ്കിലും ഇന്ത്യ എന്തെങ്കിലും മിസ്അഡ്വഞ്ചർ, എന്തെങ്കിലും സാഹസ കൃത്യം ചെയ്തു കഴിഞ്ഞാൽ, പാകിസ്ഥാനെതിരെ എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ കൽക്കത്ത വരെ സുരക്ഷിതമായിരിക്കില്ല. കൽക്കത്തയിൽ വരെ ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം വളരെ കൃത്യമായിട്ട് കാലിബ്രേറ്റഡായിട്ട് ഞങ്ങൾ ആസൂത്രിതമായി എല്ലാം പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡായിട്ട് ആക്രമണം നടത്തുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള വാർമോങ്കറിങ്, ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടുള്ള ആ കളി, വാക്കുകൾ കൊണ്ട് എല്ലാത്തിനെയും തുടക്കം വാക്കുകളിൽ നിന്നാണ്. ആ വാക്കുകളാണ് പിന്നെ ആക്ഷനായി മാറുന്നതും പ്രശ്നങ്ങളായി മാറുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ശരിയാണോ ഒരു അയൽ രാജ്യത്തിരുന്ന്? ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്ത്യ ഈ വാജ്പേയി ആദ്യ തവണ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇന്ത്യ അണുബോംബ് സ്ഫോടനം നടത്തി. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന സത്താർ, അദ്ദേഹം പാകിസ്ഥാനി വംശജനാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു വിഷമമായിരുന്നു എന്ന്. വാസ്തവം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. ഇന്ത്യ എന്തിനാണ് അത് ചെയ്തത്? നമ്മളൊരു അണുബോംബ് നമുക്കുണ്ട് എന്ന്, അത് ഉണ്ടെന്നുള്ള ലോകത്തിന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ കേപ്പബിലിറ്റി, നമ്മുടെ ആ കഴിവ് തെളിയിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആദ്യം താമസിയാതെ പാകിസ്ഥാനും അത് തന്നെ ചെയ്തു. അപ്പം രണ്ടും ഒപ്പത്തിനൊപ്പം ആകുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ നേരെ മറിച്ച് ഇന്ത്യ അത് ആ കേപ്പബിലിറ്റി നിലനിർത്തി. ഇപ്പം ഇസ്രായേൽ ചെയ്യുന്നതാണ്, അവർക്ക് അനുഭവമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഇല്ല എന്ന് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. അത് മതിയായിരുന്നു. ആ രണ്ടു കൂട്ടർക്കും അനുഭവം ഉണ്ടാകുന്ന ഒരു സ്ഥിതി വന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരസ്പരം ഭിന്നതയ്ക്ക് ആക്കം കൂട്ടുക, യുദ്ധസമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സംസാരമൊക്കെ പിന്നീട് പ്രശ്നങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായൊരു കാര്യം. അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഈ പാകിസ്ഥാനിലുള്ളവർക്ക് സുബുദ്ധി വരട്ടെ. ഇന്ത്യയുമായിട്ട് കൊമ്പ് കോർക്കാൻ മാത്രമുള്ള ശൗര്യമായോ അവർക്ക്? അവർ ചെറിയ രാജ്യമാണ് എന്ന് കരുതി അവർക്ക് ശക്തിയില്ലെന്നോ അവർക്ക് കഴിവില്ല എന്ന് നമ്മൾ കരുതുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ എതിരാളിയുടെ ശക്തി കുറച്ച് കാണിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ വലിയ രാജ്യമാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാനുമില്ല. കാരണം അത് നമുക്ക് കൂടുതൽ കാലം യുദ്ധം ചെയ്യാൻ പറ്റും എന്നല്ലാതെ പെട്ടെന്നുള്ള അഡ്വാൻറ്റേജ് നമുക്കുണ്ടെന്ന് ഒരിക്കലും അവകാശപ്പെടാനും പറ്റില്ല. എങ്ങനെയായാലും ഇങ്ങനെയുള്ള വിവേകശൂന്യമായ പരാമർശങ്ങളെ
പിന്നെ BJPയും അതുപോലെ തന്നെ കോൺഗ്രസും അതിശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അതിശക്തമായിട്ട് ഈ ഇത്ര നിന്ദ്യമായിട്ടുള്ള പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുതന്നെ വലിയൊരു കാര്യം. ഇന്ത്യ ഒറ്റക്കെട്ടായി ഇങ്ങനെയുള്ള വിടുവായുത്തത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യണം.